ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കിരൺ, ഇങ്ങനെ ആലോചിച്ച് ടെൻഷനാവണ്ട. നമ്മൾ ഏതായാലും ഈ വീട്ടിൽ കയറി പറ്റിയല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി നോക്കണം. അത് അത്ര എളുപ്പമല്ല ദുർഗെ. അതെനിക്കറിയാം. പക്ഷേ ഇവിടെയാകുമ്പോ നമുക്ക് തൊട്ടടുത്ത് നിന്ന് പൃഥ്വിയെ നിരീക്ഷിക്കാം. പൃഥ്വിയിലൂടെ മേനോനിലേക്കോ എക്സിലേക്കുള്ള എന്തെങ്കിലും ഒരു ലീഡ് കിട്ടാതിരിക്കില്ല. അതെ, അതുവരെ നമ്മുടെ മൂവ്മെന്റ്സും നല്ല ശ്രദ്ധയോടെ ആയിരിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന്. എനിക്കെന്റെ കിരണിനെ സ്വന്തമായ ദിവസം. ജാതകദോഷത്തിന്റെ പേരില് നമ്മുടെ വിവാഹം നടക്കാതെ പോവുന്ന പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു കിരൺ. ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. തന്നെ നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു ദുർഗെ. കിരൺ, വേണ്ട, വെറുതെ പോലും ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല. അല്ല ദുർഗെ, ഞാൻ പറഞ്ഞ സത്യമാ. എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ താനല്ലാതെ ആരുമില്ല. പ്രസവിച്ച അമ്മ എനിക്ക് നഷ്ടമായി. ജന്മം നൽകിയ ആൾക്ക് ഞാൻ ആരുമല്ല. വിഷമിക്കാതെ കിരൺ, കിരണിന് എല്ലാരും ഉണ്ട്. എല്ലാരെയും നമ്മൾ നേടിയെടുക്കും. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? വാ ചേച്ചി. നിങ്ങൾക്കുള്ള ഡ്രസ്സുകളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഉടനെ കൊണ്ടുവരും. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. ഞങ്ങളതൊക്കെ മാനേജ് ചെയ്തോളായിരുന്നു. സാരമില്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും മടിക്കാതെ പറയണം. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചേച്ചിക്ക് അറിയാലോ. അതെ, അതല്ലാതെ മറ്റൊന്നും എനിക്കിവിടെ ഒന്നും വേണമെന്നില്ല. ആ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതാണല്ലോ കിരൺ. ധ്വനിമോൾ എവിടെ? വന്നിട്ട് മോളെ കാണാനേ ഇല്ല. ധ്വനിമോൾ ഇവിടെ ഇല്ല. അവൾ അമ്മയുടെയും പല്ലവിയുടെയും കൂടെ ക്ഷേത്രത്തിൽ പോയിരിക്കുക. വരാൻ രാത്രിയാവും. നിങ്ങൾ റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ. സോറി കിരൺ, ചേച്ചിയെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഏയ്, അതൊന്നും സാരമില്ല. എല്ലാം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ. അതെ, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇത്ര വലിയ നാടകം കളിക്കാനും ഞാൻ തയ്യാറാകും. അല്ല, ഇതെന്തോ പറ്റി രണ്ടുപേർക്കും? എന്തോ പണി കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങളമ്മയുടെ കൊച്ചുമോളെ കുറിച്ച് പറയുമായിരുന്നു. ദുർഗയുടെ കാര്യോ? അതെ, അവളാണ് ഭയങ്കരയാണല്ലോ. ആണോ? എങ്കിൽ പിന്നെ നന്നായിപ്പോയി. ദുർഗമ്മോൾ ഇവിടെ നിന്നും പോയില്ലേ? ഇനിയും എന്തിനാ അവളെ കുറ്റം പറഞ്ഞിരിക്കുന്നത്?